ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. EMS നമ്പൂതിരിപ്പാടിൻ്റെ 57 മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ 2024-25 എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽക്ക് കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല? എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. 100% ഞാൻ യോജിക്കുന്നു. ഇതിന് ഒരു അപവാദമേ ഉള്ളൂ. അത് 1982 തൊട്ട് 87 വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ഇരുന്ന അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു സത്യം കൂടി ഞാൻ പറയാം. കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമായി കൊടുത്തത്.